ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര വയനാട്ടിൽ പര്യടനം തുടരുന്നു. പൊതുസമ്മേളനം ആരംഭിച്ചു. ബി.ജെ.പി. ദേശീയ സമിതി അംഗം സി. കെ. പത്മനാഭൻ പദയാത്രയുടെ ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. കൽപ്പറ്റ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര മുട്ടിലിൽ അവസാനിക്കും. വനവാസികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പ്രവർത്തകർ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, വയനാട്ടിലെ പര്യടനം പദയാത്രയുടെ തുടരുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, വയനാടിനെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് കെ. സുരേന്ദ്രന്റെ പദയാത്ര ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പ് പൊതുസമ്മേളനം അവസാനിച്ചു. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു പൊതുസമ്മേളനം നടന്നത്. ഈ പൊതുസമ്മേളനത്തിനും ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ഇപ്പോൾ നിലവിൽ ബി.ജെ.പിയുടെ അംഗത്വമെടുത്ത് ദേശീയധാരയിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു ഈ പൊതുസമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പൊതുസമ്മേളനം മുൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ സി കെ പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് CKP നടത്തിയിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ച് സുരേന്ദ്രന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും അത് കേരളം കണ്ടതിൽ വെച്ച് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് പ്രവർത്തകരുടെ ഒരു സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ നഗരവീഥികളെ ഇളക്കി മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 7 കിലോമീറ്ററാണ് യാത്ര മുന്നോട്ട് പോകുക, യാത്ര നടക്കുക. നിരവധി പ്രവർത്തകർ ഇപ്പോൾ യാത്രയുടെ ഭാഗമായിരിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യം തന്നെയാണ് നമുക്ക് യാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത്. റോഡിന്റെ ഇരുവശത്ത് നിന്നും യാത്രയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച, ഇരു സൈഡിലുമായി ജനങ്ങൾ കൂടി നിന്ന് യാത്രയെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ളവർ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു. വലിയ രീതിയിൽ കണ്ണൂരിലും ഒപ്പം തന്നെ കാസർഗോഡിലും ലഭിച്ചതിന് സമാനമായ രീതിയിലുള്ള സ്വീകരണവും ആവേശവും തന്നെയാണ് പ്രവർത്തകർക്കിടയിൽ നമുക്ക് വയനാടും കാണാൻ സാധിക്കുന്നത്. രാവിലെ ആദ്യഘട്ടത്തിൽ വയനാട് ജില്ലയിലെത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ. സുരേന്ദ്രൻ ആദ്യം ക്ഷേത്ര നിർദ്ദഹനം നടത്തി. അതിനുശേഷം സമീപ പ്രദേശത്തെ കോളനിയിലെത്തിയാണ് അവിടെയുള്ള ജനങ്ങളുമായി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംബന്ധിച്ച കാര്യങ്ങൾ ആശയവിനിമയം നടത്തുകയും ഒപ്പം തന്നെ ഈ കോളനിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്, പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കെ. സുരേന്ദ്രൻ മടങ്ങിയത്. അതിനുശേഷം കെ. സുരേന്ദ്രൻ എത്തിയത് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ ഉന്നതരുമായി, മതമേലധ്യക്ഷന്മാരായും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും ആവേശജനമായ ഒരു കാഴ്ച നമുക്ക് വയനാടിന്റെ നഗരവീഥികളിൽ അല്ലെങ്കിൽ കൽപ്പറ്റയുടെ നഗരവീഥികളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് പദയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 മണിക്ക് തുടങ്ങിയ പൊതുസമ്മേളനം അല്പസമയം മുമ്പാണ് അവസാനിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പദയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇനി നാളെ വടകരയിലേക്കാണ് പദയാത്ര നടക്കുക. അതിനുശേഷം 3-ാം തീയതി ആറ്റിങ്ങലിലാണ് പദയാത്ര വീണ്ടും ആരംഭിക്കുന്നത്. 3-ാം തീയതി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും പദയാത്ര നടക്കും. ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് എല്ലാ മേഖലകളിലും ഇപ്പോൾ പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.